ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഹോം ടൂർ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോം ടൂർ ചെയ്യാനായിട്ടൊന്നും ഇല്ല. ഞാനത് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഹോം ടൂർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും നമ്മുടെ വീട്ടിലില്ല. അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നാലും നമ്മൾ താമസിക്കുന്ന സ്ഥലമൊക്കെ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അതായത് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഗബ്രൂട്ടൻ ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഡോറയാണെങ്കിൽ കപ്പപ്പുഴുക്കും അതുപോലെ തന്നെ കപ്പയുണ്ടല്ലോ. പിന്നെ ഞങ്ങളുടെ ഇവിടെ പുഴുക്കെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾ ചീനി പുഴുങ്ങി എന്ന് പറയുന്നത്, ഞങ്ങളിതിന് പുഴുങ്ങി എന്ന് പറയുന്നത്, കപ്പപ്പുഴുക്കെന്ന് പറയുന്നത്. കപ്പപ്പുഴുക്കുണ്ട്, നമ്മുടെ കൊല്ലംകാരുടെ ഭാഷയിൽ കപ്പപ്പുഴുക്കുണ്ട്, പിന്നെ ചേമ്പുണ്ട്, പിന്നെ ഇന്ന് ബീഫ് ഒപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബീഫ് കറിയും കൂടെ ഉണ്ട്. അതിനെ ഞങ്ങളിങ്ങനെ കാപ്പി പിടിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വിചാരിച്ചത് ഇങ്ങനെ ചെറിയൊരു ഹോം ടൂർ ചെയ്യാമെന്ന്. മെയിനായിട്ടൊരു കാര്യം ഞാൻ ഇപ്പോഴേ ആദ്യമേ പറയാം. ഞങ്ങളുടെ ഒറ്റ മുറിയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാ കോലക്കേടും കാണും. സാധനങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ 2-3 ദിവസത്തിന് മുമ്പ് ഇവളും കുഞ്ഞുങ്ങളും കൂടെ ചേർന്ന് ഇവിടെ ഏകദേശം എല്ലാം ഒതുക്കിയതായിരുന്നു. പക്ഷെ വീണ്ടും കുളമായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ സംഗതി എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ മുറിയല്ല. അപ്പൊ എന്ത് സാധനം എടുത്താൽ ഇപ്പോൾ ഒരു സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 9 സാധനം നമ്മൾ മാറ്റി വെക്കണം, ഇല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ റൂം എപ്പോഴും വൃത്തികേടായിട്ടായിരിക്കും ഇരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് സാധനമുണ്ട്. ആൾക്കാർ ഒരുപാട് അകത്തോട്ട് കയറി ഇറങ്ങിയെല്ലാം ചെയ്യും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തുവാ അബ്ബ പറയുന്നത് നോക്കുകയാണ്. അതുകൊണ്ട് അബ്ബ പറയുന്നത് നോക്കുക, അത് വീഡിയോയിൽ നോക്ക്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പാളിച്ചും ഞങ്ങളുടെ റൂമിനകത്ത് ഉണ്ടാവും. അപ്പോൾ കാണുന്നവർ ക്ഷമിക്കുക. പിന്നെ നമ്മൾ എത്ര അടുക്കി വെച്ചാലും ഇവിടെ വൃത്തികേടായിട്ടിരിക്കും. അയ്യോ, അതിന് അലമാരിയുടെ മുകളിലാണെങ്കിലും കട്ടിലിന് താഴെയാണെങ്കിലും ശരി തന്നെ. അപ്പോ പോലെ അപ്പൊ നമുക്ക് നമ്മുടെ ഹോം ടൂറിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമേ തന്നെ നമ്മുടെ ഡോറ ആണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോറ, എങ്ങനെയുണ്ട് കപ്പ? ഒത്തിരി നാൾ കൂടെ കഴിക്കാൻ കേട്ടോ. എല്ലാ ഫുഡും ഞാനിപ്പോ ചെറുതായിട്ട് കഴിച്ചു തുടങ്ങുന്നുണ്ട്. കാരണം നമ്മൾ ബീഫും ചിക്കനൊന്നും കൊടുക്കാതിരുന്നയാ. കാരണം ഭയങ്കരമായിട്ട് വെയിറ്റ് പോയി ഉണങ്ങി പോയത് കൊണ്ട് ഇപ്പം അത്യാവശ്യം ഫുഡൊക്കെ വിശപ്പൊക്കെ ഉള്ളതുകൊണ്ട് കഴിച്ചു വരുന്നു. പൊളി. കപ്പ ഒത്തിരി നാൾ കൂടി കഴിക്കുന്നുണ്ട്. കപ്പയും ചെയ്യുമ്പോ ഒരുപാട് നാളിന് ശേഷം ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. വേറൊന്നും ഇന്നില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഏറ്റവും ആദ്യം ഞങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഞങ്ങളുടെ പ്രെയർ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഞങ്ങൾ വിളക്ക് കത്തിക്കുന്നത്. ഇത് ഞങ്ങളുടെ കുരിശും വിളക്ക് കത്തിക്കുന്ന കടാവിളക്ക് കത്തിച്ചേക്കുന്ന ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് വൈകിട്ട് മാത്രമേ കത്തിക്കൂ. 6 മണിയാകുമ്പോഴത്തേക്ക് തൂക്കുവിളക്ക് കത്തിക്കും ഞങ്ങളിവിടെ. പിന്നെ ഇതാണ് ഞങ്ങളുടെ പ്രെയറിൻ്റെ പുസ്തകങ്ങൾ, ബൈബിള്, അതുപോലെ തന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ, നിത്യാരാധന പുസ്തകങ്ങൾ, റംഷ, ഇതെല്ലാം നമ്മൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ പ്രെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ തലയിൽ വെക്കുന്ന ക്യാപ്പാണ്. അതായത് നമ്മുടെ ആചാരപ്രകാരം വെക്കുന്നൊരു ക്യാപ്പാണ്. എല്ലാ ക്രിസ്ത്യാനികളും ഇത് ഉപയോഗിക്കാറില്ല. പൊതുവെ ക്രിസ്ത്യാനികൾ അധികം ഇത് ഉപയോഗിക്കാറില്ല. പക്ഷേ ഞങ്ങളുടെ ഞങ്ങളിത് ഉപയോഗിക്കാറുണ്ട്. ഇത് കൃപാസനത്തിൽ പോയിട്ട് വന്നപ്പോൾ കിട്ടിയ ഉപ്പും തേന്, പിന്നെന്തായിരുന്നു, എണ്ണ, അതാണ് ഇതിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ മാതാവിൻ്റെ രൂപമുണ്ട്. രൂപമല്ല, സോറി, ഒരു ചിത്രം. ഇതാണ് ഞങ്ങളുടെ പ്രെയറിൻ്റെ ടേബിളും വിളക്കെത്തിക്കുന്ന സ്ഥലവും. ഞങ്ങൾ ഇവിടെ ഇരുന്നാണ്, ഡോറ ബെഡ് ഇരിക്കും, ഞാനിവിടെ താഴെ പാവിരിച്ചിട്ട് ഞാനിവിടെ താഴെ ഇരുന്നാണ് പ്രെയർ ചെയ്യുന്നത്. ഈ താഴെ ഇരിക്കുന്നതൊക്കെ ആണെങ്കിൽ ഓരോരോ സംഭവങ്ങളാണ്. എന്താ പറയുന്നത്, നമ്മുടെ മേക്കപ്പിൽ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ വേപ്രൈസർ ഉണ്ട്, അതുപോലെ തന്നെ നെബിലൈസർ ഉണ്ട്. ഇത് പിന്നെയെന്ന് വെച്ചാൽ ഡോറയുടെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ വെച്ചിരിക്കുന്ന കിറ്റ്, അതായത് കമ്മല്, വള, മാല, അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ചെറിയ തട്ടാണ്. ഞങ്ങൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. നമ്മുടെ ഫാനും. പിന്നെ മെയിൻ പാർട്ട് ഇതാണ് ഞങ്ങളുടെ ബെഡ്. ഇതിപ്പോൾ വിരിച്ചിരിക്കുന്നത് ഡ്രൈ ഷീറ്റാണ് ഇതിൽ വിരിച്ചിരിക്കുന്നത്. കാരണം മോനാണെങ്കിൽ ഇപ്പം നമ്മൾ ഡൈപ്പർ യൂസ് ചെയ്യാറില്ല. ഡൈപ്പർ മഴ സമയത്ത് നമ്മൾ അധികമായിട്ട് ഡൈപ്പർ യൂസ് ചെയ്തതിൻ്റെ പേരിൽ മോന് ചെറിയൊരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒട്ടും പിന്നെ ഡൈപ്പർ യൂസ് ചെയ്യാറേ ഇല്ല. ഇതാണ് ഞങ്ങളുടെ സപ്രമഞ്ച കട്ടിൽ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ തൊട്ടിലാണ്, മോൻ്റെ പഴയ തൊട്ടിലാണ്. ഇതിപ്പോൾ ഞങ്ങൾ തുണി ഇടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എവിടെ പോയിട്ട് വന്നാലും പെട്ടെന്ന് തുണി ഉരിഞ്ഞിടുന്നത് ഇങ്ങോട്ടാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ, നമ്മുടെ കച്ചവടത്തിൻ്റെ കുറേ തുണികളൊക്കെ ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. താഴെ ഇരിക്കുന്ന മോൻ്റെ ഡൈപ്പറും മോന് ഗിഫ്റ്റ് കിട്ടിയ കളിപ്പാട്ടങ്ങളും പിന്നെ നമ്മൾ മേടിച്ച കളിപ്പാട്ടങ്ങളെല്ലാം കവറിലാക്കി താഴെ വെച്ചിരിക്കുകയാണ്.
ഇത് നമ്മുടെ ആണെങ്കിൽ കുറുക്ക്, അതുപോലെ തന്നെ പൗഡർ, മോൻ്റെ ക്രീമുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിരിക്കുന്ന ടേബിളാണ്. ഇവിടെയാണ് നമ്മൾ ഇതെല്ലാം കൂടെ വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ റൂമിലുള്ള ഡീറ്റെയിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ റൂമിൻ്റെ അവസ്ഥയും കൂടെ അലമാര കാണിച്ചില്ല. ഇത് തുറക്കാൻ പറ്റില്ല കേട്ടോ. അലമാര തുറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇരിക്കുക. കാരണം തുണികളെല്ലാം കുളമായിട്ടിരിക്കുക. ഇത് എൻ്റെ മോന് വെഹിക്കിൾ വിടുന്നു. പിന്നെ ഉള്ളത് ഇത് നമ്മുടെ ഡോറയുടെ ഇതിന്റെ പേര് ഞാൻ മറന്നു പോയില്ലേ. ആ കരടി ബൊമ്മ കാണുന്നില്ല, ആ കരടി കാണുന്ന ബൊമ്മ ബബുലു ആണ്. ഇത് ഞാനാണെങ്കിൽ ഡോറയ്ക്ക് ചെറുതായിട്ട് അന്ന് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് മേടിച്ച പൂച്ചക്കുട്ടി. ശരിയാ, ഇത്ത തന്നത്. ശരിയാ ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങക്ക് പൈസ ആ സമയത്ത് കൊടുക്കാൻ ഇല്ലാത്തോണ്ട് ഇത്ത തന്നു. ഇത് ഞങ്ങക്ക് കൊളാബ് കിട്ടിയ ഫോട്ടോസാണ്. ഇതൊക്കെ നമുക്ക് കൊളാബ് കിട്ടിയ ഫോട്ടോസാണ്. പിന്നെ ഇത് നമ്മുടെ ഷിലി ചേച്ചി ആണെങ്കിൽ നമുക്ക് തന്ന ഗിഫ്റ്റ് ആണിത്. ഇത് നമ്മള് ഗബ്രു ഡെലിവറി കഴിഞ്ഞ് വന്ന സമയത്തുള്ള ഗബ്രുവിന്റെ മുഖമാണ്. ഇത് ഗബ്രുവിന്റെ ഡോറയുടെയും കൈയാണ്. ഇത് ഞങ്ങളുടെ വെഡിങ്ങിന്റെ ആ സമയത്ത് അന്നെടുത്ത പിക്കാണ്. പിന്നെ ഗബ്രിയേൽ ഹനന്യാഹു സെബാസ്റ്റ്യൻ എന്ന പേര്, അതുപോലെ തന്നെ മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, കേജ്, പിന്നെ ലൊക്കേഷൻ, അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് ഞാൻ വരച്ച പിക്കാണ്. ചെറുതായിട്ട് എന്തോ നേരിട്ട് കാണാൻ ഭംഗിയില്ല. പിന്നെ ഇത് ഞങ്ങൾക്ക് കൊളാബ് കിട്ടിയ ഒരു ഫോട്ടോ ആണ്. ഇതും കൂടിയാണ് ഞങ്ങൾക്ക് കൊളാബ് കിട്ടിയത്. ഇത് രണ്ടും കൊളാബ് കിട്ടിയത്. ഇത് പിന്നെ ഞാനാണെങ്കിൽ വാലന്റൈൻസ് ഡേയുടെ അന്ന് ഡോറയ്ക്ക് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ്. പിന്നെ ഇനി കാണിക്കാനുള്ള സംഭവങ്ങളാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഭിത്തി പൊട്ടിയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കെന്ന് അറിയത്തില്ല. ഭിത്തി മൊത്തത്തിൽ പൊട്ടി വളർന്നിരിക്കുകയാണ്. ഇതിന്റെ വെളിയിലെ കാഴ്ചയും കൂടി നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം മനസ്സിലാവും നമ്മൾ എത്രത്തോളം സേഫായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള. ഭിത്തി മൊത്തത്തിൽ പൊട്ടിപ്പോയിരിക്കുകയാണ്. പിന്നെ അതെ ഇവിടെയുണ്ട്, കണ്ട കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഭിത്തി പൊട്ടി പൊളർന്നിരിക്കുക. ഇവിടെ ഞാനൊരു ഷീറ്റ് ഇട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ മറ്റേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്ന ഇവിടെ നിന്നിട്ടാണ്. അപ്പം ആ ലൈറ്റ് ഇത് ഭിത്തിയുടെ ആ ഒരു വൃത്തിയോട് മാറി കിട്ടാൻ വേണ്ടി ഇവിടെ എല്ലാം ഭിത്തി പൊട്ടിയിരിക്കുക. കണ്ട, ഏത് നിമിഷം വേണേലും വീഴും. പിന്നെ ഇതൊക്കെ എത്ര തട്ടിയാലും ഈ ചെതൽ ഇവിടെ കയറും. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ റൂമിൻ്റെ അവസ്ഥ. ഈ മൂല മാത്രമല്ല, ആ മൂലയ്ക്കും ചെറിയൊരു പൊട്ടലുണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോയി കാണിക്കാൻ പറ്റുന്നില്ല. ആ മൂലയ്ക്ക് ഒരു ചെറിയ പൊട്ടലുണ്ട്. ഇനി നമ്മൾ വീടിൻ്റെ പുറം വശം കാണിക്കും. ഇത് നമുക്കിവിടെ ജനലില്ല കേട്ടോ. ഈ ഗ്ലാസ് ഒന്നും ഇട്ടിട്ടില്ല, പഴയ ജനലാണ്. അപ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് മൊത്തം ഇടിഞ്ഞ് വീണത്. അതിനുശേഷം പിന്നെ ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു അവസ്ഥ അല്ലെ ഒരു ഇത് വന്നില്ല. അതുകൊണ്ട് ഒരു കർട്ടൻ ഇട്ടാണ് നമ്മളിത് മറച്ചേക്കുന്നത്. ഞങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത്. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒറ്റമുറി ആണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, ഒറ്റമുറിയാണ് നമ്മുടെ. ഇതാണ് നമ്മൾ പുറമേ കണ്ട ജനൽ. ഇത് അന്ന് വീട് ഇടിഞ്ഞു വീണതിന് ശേഷമുള്ള ശേഷിപ്പൊക്കെ ഇവിടെയൊക്കെ ഇതുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പപ്പ ഇത് സിമെൻറ്റ് വെച്ച് അടച്ച്. പിന്നെ ഇവിടെ പുൽക്കൂട് നമ്മൾ വെച്ചേക്കുന്നത്. ഈ ഷീറ്റ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മഴ പെയ്യുന്ന സമയത്ത് ഭിത്തിയിലോട്ട് വെള്ളം അടിച്ചു കയറും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടി പപ്പ അങ്ങനെ ഷീറ്റ് എടുത്ത് വെച്ചാൽ. ഇത് എൻ്റെ ഒരു സുഹൃത്ത് വരച്ച ചിത്രമായിരുന്നു ഈശോടെ. ഇത് സ്ലീവ. ഭിത്തിയെല്ലാം പൊട്ടിയിരിക്കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മൊത്തം പൊട്ടി ഇതായിട്ടിരിക്കുക. ഇവിടെല്ലാം ഹോളാണ്. പപ്പ പിന്നെ സിമെൻറ്റ് വെച്ച് ഇതെല്ലാം അടച്ച് വൃത്തിയാക്കി തന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ, ഇവിടെ എല്ലാം പൊട്ടി പിളർന്നിരിക്കുക. വാതിലാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. ഇവിടെ ഇത് പോയിട്ട് കണ്ടില്ലേ, എല്ലാം പോയി. ഇവിടെ ബാത്റൂമായിരുന്നു, ഇവിടെ എല്ലാം പോയി. പിന്നെ ഇത് നമ്മുടെ പാത്രങ്ങളൊക്കെ ആയിരുന്നു. ഇത് അന്ന് ഇടിഞ്ഞ് വീണപ്പോഴത്തേക്ക് കുറേ സാധനങ്ങൾ പോയി. ഇതാ കിടക്കുന്നുണ്ടില്ലേ, അതെല്ലാം അന്ന് ഇടിഞ്ഞ് വീണിട്ട് പോയതാ. എല്ലാം പൊട്ടിപ്പോയി, പാത്രങ്ങളെല്ലാം പോയി. എല്ലാം ഇനി ഒന്നേനെ മേടിക്കണം. കുറേ അന്ന് നശിച്ച്, കുറേ സാധനങ്ങൾ നശിച്ചു പോയി. പിന്നെ ഇവിടെ സത്യത്തിൽ ഇനി ഒന്നുമില്ല. അത് ഷീറ്റ് വെച്ച് മറച്ചേക്കുക. വെള്ളം വീണ് ഭിത്തി വീണ്ടും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടില്ലേ. നമ്മളകത്തുനിന്ന് കണ്ട ആ മൂല ഭാഗമാണ്. ഈ രീതിയിൽ തന്നെയാണ് താഴോട്ട് മൊത്തം ഉള്ളത്. കണ്ടില്ലേ, പൊട്ടിപ്പിളർന്ന് ഇരിക്കുക.
കണ്ട ഈ ഹോം ടൂർ കാണിക്കാൻ പറയുമ്പോൾ നമ്മൾ കാണിക്കാൻ മടിക്കുന്നതിൻ്റെ കാരണം ഇതാണ് നമ്മളെ ഇവിടുത്തെ അവസ്ഥ. ഇതെല്ലാം ഷീറ്റ് വെച്ചിരിക്കുകയാണ്, കാരണം മഴവെള്ളം വീണ് ഭിത്തിയിൽ വെള്ളം നനവ് വന്നിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റ് വെച്ചിരിക്കുക. എപ്പോൾ വേണേലും എല്ലാം പൊളിഞ്ഞ് വീഴുമെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇവിടെ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ അകത്തന്നേരം എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്രത്തോളം സേഫായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന്. നമ്മൾ ഈ ഹോം ടൂർ ചെയ്യുമെന്ന് പറയുമ്പോഴേ നമ്മൾ ചെയ്യാതിരിക്കുന്ന റീസൺ കൊണ്ട് ഇതാണ്. പിന്നെ പാത്രങ്ങളെല്ലാം പോയി, എല്ലാ പാത്രവും ഇനി ഒന്നേനെ മേടിക്കണം. നമ്മുടെ ഭിത്തിയുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്, ഫൗണ്ടേഷൻ്റെ അവസ്ഥയൊക്കെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ പോകുന്നവരെ പോട്ടെ എന്നുള്ള രീതിയിൽ ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടും പോകാൻ ഇപ്പോൾ പറ്റത്തില്ലല്ലോ. ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുകയാണ്ടല്ലേ. എപ്പോൾ വേണേലും വീഴും, ഞങ്ങൾക്കറിയാം എപ്പോൾ വേണേലും വീഴും എന്നുള്ളത്. വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ 3 നേരം തീരും, അതെന്തായാലും ഉറപ്പാണ്. ഇത് തന്നെ പപ്പ ഒന്ന് ഭിത്തി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺക്രീറ്റ് ചെയ്ത് പപ്പ വെച്ചതായി ഈ കാണുന്നതൊക്കെ ഇച്ചിരി കട്ടിക്ക് വെച്ചാൽ മറിഞ്ഞ് വീഴല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ടില്ലേ. നമ്മളിതുകൊണ്ടാണ് ഹോം ടൂർ ചെയ്യാതിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ. അത് പക്ഷേ നമ്മളെ കളിയാക്കുന്നവർക്കും നമ്മളെ കുറ്റപ്പെടുത്തുന്നവർക്കും ആക്ഷേപിക്കുന്നവർക്കും ഒന്നും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തില്ല. സ്വന്തമായിട്ടൊരു വീട് ഇല്ലാതാകുമ്പോഴേ അതിൻ്റെ അവസ്ഥ മനസ്സിലാവും. കണ്ടില്ലേ, ഇതെല്ലാം ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുക. ഞങ്ങൾ ഈ അവസ്ഥയിൽ നിന്നിട്ടാണ് ഞങ്ങൾ പിടിച്ചു കയറാൻ നോക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ഹോം ടൂർ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് വീട്. ഇതിൽ നിന്നുമാണ് ഞങ്ങൾ പിടിച്ചു കയറാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. റിസ്ക്കാണ്, ഇതിനകത്ത് താമസിക്കുന്ന റിസ്ക്കാണ് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്ക് പോകാനായിട്ടൊരു ഇടം ഇല്ല. വാടകയ്ക്ക് പോകണമെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാം നല്ലൊരു വാടക ആവും, അതുപോലെ തന്നെ അഡ്വാൻസ് കൊടുക്കണം, എല്ലാം വേണം. എല്ലാത്തിനും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. കാരണം വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്കിപ്പോൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പൈസ നല്ലത് വേണം, നല്ല പൈസ വേണം ട്രീറ്റ്മെൻറ്റിന് തന്നെ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കൂടെ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് റിസ്ക് ആയിട്ട് പോലും ഞങ്ങൾ ഇതിനകത്ത് തന്നെ നിൽക്കുന്നത്. പിന്നെ എന്തെങ്കിലും സൗണ്ട് വല്ലതും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിനെയും എടുത്തുകൊണ്ട് ഞാൻ ഓടാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു അവസ്ഥയിൽ പിന്നെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മാത്രം പൊളിഞ്ഞു വീണാലേ ഉള്ളൊരു ഇത്. ഇവള് പേടിച്ച് മഴ പെയ്ത സമയത്ത് ഒരു 5 ദിവസം മഴ ഒന്നിച്ച് പെയ്തുന്നില്ലേ, അന്ന് ഇവള് ഉറങ്ങാതെ ഇവളിരുന്ന്. കാരണം ഇടിഞ്ഞു വീഴുന്നുള്ള പേടിയുണ്ട്. പേടി നമുക്കുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു വിശ്വാസത്തിൽ, ആ ഒരു ധൈര്യത്തിൽ അങ്ങനെ നിൽക്കുക. എപ്പോൾ വേണേലും വീഴുമെന്ന് നമുക്കറിയാം. ഇതാണ് നമ്മുടെ അവസ്ഥ, എപ്പോൾ വേണേലും വീഴുമെന്ന് നമുക്കറിയാം. പിന്നെ ദൈവം എന്താണോ വിചാരിക്കുന്നത് അതുപോലെ വരട്ടെ, അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അങ്ങനെയാണ് ആലോചിക്കുന്നത്. എന്ത് വന്നാലും ചുന്ദരനാക്കിയിട്ടുണ്ട് ഗബ്രൂട്ടൻ. എനിക്ക് പക്ഷെ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ എഴുതുന്നത്, എനിക്ക് ഒട്ടും ഇഷ്ടം. അയ്യേ, മോന്റെ കരിയാണോ എൻ്റെ ഇവിടെ ആയത്? എൻ്റെ ഇത് ഗബ്രൂട്ടന്റെ കരി ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പിള്ളേരെ എഴുതുന്നതിനോട് എതിർപ്പാണ്. അവളുടെ ആഗ്രഹം ആയതുകൊണ്ട് ഞാൻ പിന്നെ സമ്മതിച്ചു കൊടുത്തത്. പിന്നെ കുറച്ചൊരു 2 വയസ്സ് വരെ എവിടേക്കാണ് ഈ കുത്തിട്ട് വെക്കുന്നത്? നെറ്റിയുടെ മേളിൽ കുത്ത്, കവളത്ത് കുത്ത്, നടുക്ക് പൊട്ട്. സാധാരണ എല്ലാരും തൊടുന്ന ഇവിടെ പൊട്ട്, ഇവിടെ 3 പൊട്ട്. ഒരു കുഞ്ഞിനെ ഒരു തമിഴ് നാട്ടിൽ ഇറങ്ങണ്ട, ഒരു കുഞ്ഞിനെ കണ്ണെഴുതി വെച്ചേക്കുന്നതാണ്. പ്രേതങ്ങൾക്ക് പിന്നെ മേക്കപ്പ് ഇട്ടാ ഇതിനേക്കാളും വൃത്തി ഉണ്ടാവും. എനിക്കിഷ്ടമല്ല, കുറച്ചു നേരത്തേ ഉള്ളൂ. എനിക്കിഷ്ടമല്ല ഇങ്ങനെ കുഞ്ഞുങ്ങളെ തന്നെ കളയും മറവും ഇതെല്ലാം. ഇങ്ങനെ കൈയിട്ട് ഉരച്ച് പറക്കി തുപ്പലും ഇതെല്ലാം പറ്റി ഇപ്പൊ തന്നെ കളയും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ ഹോം ടൂർ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ നമ്മളെ കളിയാക്കുന്നവരും നമ്മളെ കുറ്റപ്പെടുന്നവരും ആക്ഷേപിക്കുന്നവരൊക്കെ കാണുക. നിങ്ങളുടെയൊക്കെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നുമല്ല. നിങ്ങൾക്ക് അത് മനസ്സിലാവും, നമ്മളെ ആക്ഷേപിക്കുന്നത് കൊണ്ടാണല്ലോ. അപ്പം കുഴപ്പമില്ല. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. എന്താ പറയുക, നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്തു തരാൻ കഴിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.